മുഷാവറയിൽ ചർച്ച ചെയ്തത് ശരിയല്ല. ചർച്ച ചെയ്തിട്ടില്ല. ആ പരാമർശം ഈ നെഗറ്റീവ് താല്പര്യമുള്ള ചില വാർത്താ മാധ്യമക്കാർ വിഷയാക്കിയതാണ്. ഞാനവിടെ ആരെയും ഇകഴ്ത്താനോ അധിക്ഷേപിക്കാനോ ആക്ഷേപിക്കാനോ ഉദ്ദേശിച്ചിട്ടില്ല. അങ്ങനെ ആർക്കും തെളിയിക്കാനും കഴിയില്ല. അപ്പോൾ അത് വിഷയമാക്കിയത് ഇവരാണ്, നെഗറ്റീവ് താല്പര്യമുള്ള ചില മാധ്യമക്കാർ. ഞാൻ പറഞ്ഞെന്താ, ബഹുഭാര്യത്വം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചില പുരുഷന്മാർക്ക് ആവശ്യമായി വരും. അതാണ് ഇസ്ലാം അംഗീകരിച്ചിട്ടുള്ളതാണ്. അത് ഇസ്ലാമിൻ്റെ നയമാണ്. ആ നയം തന്നെ അനുഭവിക്കുന്ന അംഗീകരിക്കുന്ന എത്രയോ പുരുഷന്മാരുണ്ട്. ഉദ്യോഗസ്ഥന്മാർ, ജനപ്രതിനിധികൾ, മന്ത്രിമാർ, MLA മാർ, രാഷ്ട്രീയക്കാർ പലരും അങ്ങനെ ചെയ്യണവരുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെ മന്ത്രിമാരെ മാത്രമാക്കി ചില തൽപര കക്ഷികൾ ചുരുക്കി. മന്ത്രിമാരെ പ്രകോപിപ്പിക്കാൻ കഴിയുമോ എന്നുള്ള ദുഷ്ടലാക്ക അതിൻ്റെ പിന്നിലുള്ളത്. ഇന്നലെ വാർത്തയിൽ വന്നത് ഒരു മന്ത്രി ഒരു വനിതാ MLA ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെന്നുള്ള വാർത്ത. അപ്പോൾ അതൊരു വാർത്തയാക്കി ഇങ്ങനെ ഒന്ന് കുളം കലക്കണം എന്ന് താല്പര്യമുള്ള ചില ആൾക്കാരാണ്. സത്യദീക്ഷയുള്ള ആളുകളല്ല അത് വിഷയമാക്കിയിട്ടുള്ളത്. കാരണം സത്യത്തിനെതിരായിട്ട് ഞാനൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ബൈ ചാൻസ് സംസാരത്തിൻ്റെ ഇടയിൽ ശൈശവ വിവാഹം 6-ാം നൂറ്റാണ്ടിലല്ല, അതിൽ 16-ാം നൂറ്റാണ്ടിൽ 20-ാം നൂറ്റാണ്ടിൽ വരെ നടന്നിട്ടുണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. അതിന് ജനങ്ങൾക്കൊക്കെ മനസ്സിലാവുന്ന ഒരാളെ അതിന് ഉദാഹരണമായിട്ട് പറഞ്ഞു. അപ്പോൾ അത് ചില ആളുകൾക്ക് പൊള്ളേണ്ടതില്ല. കാരണം അവർ ഇസ്ലാമിൻ്റെ പ്രവാചകനെ പതിറ്റാണ്ടുകളായി നൂറ്റാണ്ടുകളായി അവഹേളിച്ച് അധിക്ഷേപിച്ച് പരിഹസിച്ച് നടക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവനവൻ്റെ ബന്ധപ്പെട്ട ആൾക്കാർ കിട്ടിയപ്പോൾ അവരെ പറ്റി പറഞ്ഞപ്പോൾ ഇവർക്ക് പൊള്ളി. ഈ പൊള്ളൽ മുഹമ്മദ് നബിയെ വിശ്വസിക്കുന്ന അനുയായികൾക്ക് ഉണ്ടാവുമെന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിയേണ്ടതായിരുന്നു. പക്ഷെ കഴിഞ്ഞില്ല. അതാണ് സംഭവിച്ചത്. മന്ത്രിമാർക്ക് ഉൾപ്പെടെ വൈഫ് ഇൻചാർജുമാരുണ്ട് എന്ന് പറഞ്ഞത് മന്ത്രിമാർക്കെതിരായ അധിക്ഷേപം എന്ന രീതിയിലാണ് ഒരു വിഭാഗം പ്രചരിപ്പിച്ചത്. അത് ശരിയല്ല എന്ന് പറഞ്ഞല്ലോ. ഞാൻ മന്ത്രിമാരെ മാത്രമല്ല പറഞ്ഞിട്ടുണ്ട്. മന്ത്രിമാരൊരു 100 ആളാണെങ്കിൽ ഞാൻ പറഞ്ഞ ആൾക്കാർ ലക്ഷക്കണക്കിനുണ്ടാവും. ഉദ്യോഗസ്ഥന്മാരെന്നാണ് ഞാൻ ആദ്യം പറഞ്ഞത്. എല്ലാതരം ഉദ്യോഗസ്ഥന്മാരും അതിൽ വരും. പിന്നെ ജനപ്രതിനിധികളെന്നാണ് MLA മാർ മാത്രമല്ല, ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, വില്ലേജ് പഞ്ചായത്ത്, ഇതിലൊക്കെയുള്ള ആൾക്കാർ ജനപ്രതിനിധികൾ തന്നെയാണ്. അപ്പോൾ ഈ മന്ത്രിമാരെ മാത്രം പ്രൊജക്റ്റ് ചെയ്ത് പറഞ്ഞ് മന്ത്രിമാരൊന്നും പ്രകോപിപ്പിച്ച് അവരെ പിന്നെ എടുത്തുനിന്ന് വല്ലതും നേടാൻ പറ്റുമോ എന്നുദ്ദേശിച്ചായിരിക്കാം ഞാൻ പറഞ്ഞത്. പറയുകയാണെങ്കിൽ എല്ലാം പറയണ്ടേ. മന്ത്രിമാരെ ബഹുജനങ്ങളുടെ ഇടയിൽ എന്ന് പറയാൻ ഒറ്റ വാക്കിൽ ഞാനീ പറഞ്ഞ ചില കാറ്റഗറി എടുത്തു പറഞ്ഞു എന്നുള്ളൂ. ഇല്ലല്ലോ, ഞാൻ പറഞ്ഞ ആൾക്കാരെ മലയാളം തിരിയുന്ന ആൾക്കാർക്കൊക്കെ അറിയാമല്ലോ. ആ ശബ്ദം ഒന്നുകൂടി കേട്ടാൽ മതിയല്ലോ. പ്രയോഗം എന്നാണ് ആ വസ്തുത നിലവിലുള്ളതല്ലേ. അതിനാണ് അവസാനത്തെ ഉദാഹരണം. ഇന്നലത്തെ പത്രമാധ്യമങ്ങളിലുള്ളതാണ്. ഒരു മന്ത്രിയിൽ നിന്ന് 2 വനിതാ MLA മാർ ശല്യം സഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 2 or 1 ഏതായാലും വസ്തുത ഉണ്ട്. ഏത് പേഴ്സണെ ഞാൻ പറഞ്ഞത്? അല്ല, പേഴ്സൺ നല്ല അർത്ഥം അറിയില്ലേ? ആ, ഏത് പേഴ്സണെയാണ് ഞാൻ പറഞ്ഞത്? പിന്നെ എന്ത് കാര്യം ഞാൻ പറയാം? ഇത് ഇടപെടണ്ട. ചില ആൾക്കാർ പറഞ്ഞാൽ ഞങ്ങൾ ആൾക്കാരെ സ്വകാര്യതകളിലേക്ക് ഇറങ്ങി ചെയ്യാൻ നടക്കലല്ല ഞങ്ങളെ പണിയെന്നാണ്. ഇതതിൻ്റെ പണി ആവശ്യമില്ല. മൂക്ക് താഴേക്കുള്ള ആഹാരം കഴിക്കുന്ന മാധ്യമങ്ങളും മീഡിയകളും ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്കൊക്കെ അറിയാം ഇത് ലോകത്ത് എവിടെയുണ്ടെന്ന്. ഞാൻ പറഞ്ഞല്ലോ, അത് അങ്ങനെ ഒരു സ്വഭാവം ഇല്ലാത്ത ആൾക്കാർ കൈ പൊക്കാൻ പറഞ്ഞാൽ എത്ര ആൾ പൊക്കുമെന്നാണ് ഞാൻ ചോദിച്ചത്. ആരും പൊക്കൂല എന്നാണ് നിങ്ങളെ വാർത്താമാധ്യമക്കാർ ചിലർ റിപ്പോർട്ട് ചെയ്തത്. ആരും പൊക്കൂല എന്നുള്ളതും എത്രയാൾ പൊക്കും എന്നുള്ളതും വളരെ വ്യത്യസ്തമാണ്. ഭാഷ അറിയാത്തതുകൊണ്ടാണോ എന്തോ അറിയില്ല.
എത്രയാൾ കൈപ്പൊക്കുമെന്നാണ് ഞാൻ ചോദിച്ചത്. നിങ്ങളെ കൂട്ടപ്പെട്ട ചിലർ റിപ്പോർട്ട് ചെയ്ത് ആരും കൈപ്പൊക്കൂലെന്ന്. രണ്ടും ഒന്നല്ലല്ലോ. വാർത്താമാധ്യമക്കാരുടെ അടിസ്ഥാനപരമായ ബാധ്യത, ധാർമ്മിക ബാധ്യത സത്യം മുറുകെ പിടിക്കുക എന്നുള്ളതാണ്. വസ്തുതകൾ ആളുകൾക്ക് അറിയിച്ചു കൊടുക്കാനല്ല, നല്ല വസ്തുതകളെ നല്ല രീതിയിൽ റിപ്പോർട്ട് ചെയ്യണം, ചീത്ത കാര്യങ്ങൾ ആ രീതിയിൽ റിപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ജനങ്ങൾക്കിടയിൽ അധാർമികത നടക്കുന്നുണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യണം. എങ്ങനെ വരുന്ന തലമുറയെ അവനവൻ്റെ മക്കളെയെങ്കിലും അവനവന് സൂക്ഷിക്കാനും ശ്രദ്ധിക്കാനും കഴിയുള്ളൂ. ഇതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ, തീർച്ചയായിട്ടും. സമസ്ത ഇപ്പോൾ ചർച്ച ചെയ്യണ്ടല്ലോ. സമസ്ത പറഞ്ഞ് ഞാൻ കേട്ടില്ല. ഞാൻ വാർത്താ സമ്മേളനത്തിന് ഉണ്ടായിട്ടില്ല. മറ്റ് തങ്ങളെ വ്യക്തിപരമായ നിലപാടായിരിക്കും. അധർമ്മത്തിനെതിരെ ശബ്ദിക്കേണ്ടതും സംസാരിക്കേണ്ടതും സമസ്തയുടെ ബാധ്യതയല്ലെങ്കിൽ പിന്നെ സമസ്തയുടെ ബാധ്യത എന്താ? സമസ്ത 100 കൊല്ലം മുമ്പ് ഉണ്ടാക്കിയിട്ടില്ല, അതിനു വേണ്ടിയാണ്. സമസ്തയുടെ സംസ്കാരം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ വ്യക്തിപരമായ പരാമർശം നടത്തി എന്ന് നിങ്ങളെല്ലാവരും കുപ്രചരണം നടത്തിയതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ മനസ്സിലാക്കിയത്. ഞാൻ ചോദിച്ചല്ലോ പേഴ്സൺ എന്നെങ്കിൽ അർത്ഥം അധികം ചോദിച്ചു, ഏത് പേഴ്സണെയാണ് ഞാൻ അധിക്ഷേപിച്ചതെന്ന്. മറുപടി ഉണ്ടായിട്ടില്ലല്ലോ. അത് ഓരോരുത്തരുടെ കാഴ്ചപ്പാടാണ്. ഉണ്ടായിട്ടില്ല, ഈ വിഷയം ചർച്ച ചെയ്തിട്ടില്ല. ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി ചോദിക്കുന്ന, അപ്പം ഈ പ്രസ്താവനയിലൂടെ ഉദ്ദേശിച്ചത് എന്തായിരുന്നു? അത് ഞാനോ? ഞാൻ സമൂഹത്തിൽ സാർവത്രികമായി നടന്നു വരുന്ന ജീർണതകൾക്കെതിരെ സമൂഹത്തെ ഉണർത്തുകയാണ് ചെയ്തത്. ബഹുഭാര്യത്വം ജീർണതല്ല. ആവശ്യമുള്ള സമയത്ത് സന്ദർഭം നോക്കണം. ഒറ്റവാക്കിൽ മറുപടി പറയാൻ കഴിയില്ല. ഇനി ഞാൻ ആരെയെങ്കിലും പറഞ്ഞാൽ നിങ്ങൾക്കത് പൊള്ളും, വിഷയമാവും. 20-ാം നൂറ്റാണ്ടിൽ വരെ ശൈശവ വിവാഹം നടന്നിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഞാനൊരാളെ വ്യക്തിപരമായി ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. അതെ, അത് കൊണ്ടുവരാൻ ആരും പറഞ്ഞിട്ടില്ല. ഞാൻ അങ്ങനെ പ്രസംഗിച്ചു എന്നാണ് ചിലർ, നിങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ചിലർ കുപ്രചരണം നടത്തിയത്. ബഹുഭാര്യത്വം വീണ്ടും കൊണ്ടുവരണം, അത് പ്രോത്സാഹിപ്പിക്കണം, ശൈശവ വിവാഹം വീണ്ടും കൊണ്ടുവരണം, പ്രോത്സാഹിപ്പിക്കണം. ഞാൻ പറയാത്തതാണല്ലോ. ഞാൻ പറഞ്ഞ സെൻറ്റൻസുകളിൽ, വാക്കുകളിൽ ആ അർത്ഥമുള്ള ഏതെങ്കിലും വാക്ക് നിങ്ങൾക്ക് പുനരുദ്ധരിക്കാവുന്നതാണ്. നിങ്ങൾ പലയിടത്തും ഉദ്ധരിച്ചു കാര്യങ്ങളൊക്കെ, വീണ്ടും ഉദ്ധരിക്കുക. അറിയില്ല. താല്പര്യകക്ഷി ഞാൻ പറഞ്ഞല്ലോ, കുപ്രചരണം നടത്താൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടാവും. അവരിങ്ങനെ സടകുടഞ്ഞ് ഉണർന്ന് എണീറ്റ് വന്നപ്പോൾ ഒരാഴ്ച ആയിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും. അതിൻ്റെ താഴെ എഴുതി ഒട്ടിക്കേണ്ടതുണ്ട്. ശിവലിംഗം പാർവതിയുടെ ഫർജ് എന്ന് പറഞ്ഞ ആളാണ് മുക്കം ഉമർ ഫൈസി. കേട്ടിട്ടുണ്ടോ? ഫർജ് പറഞ്ഞാൽ അറിയാം അർത്ഥം? ശിവലിംഗം പിന്നെ എല്ലാവർക്കും അറിയാമായിരിക്കും. അത് ബഹുജനങ്ങളോട് സംസാരിക്കുകയാണ് ചെയ്യണം. ഈ ശിവലിംഗത്തെയും പാർവതിയുടെ ഫർജിനെയും പറ്റി. അതുകൊണ്ട് അദ്ദേഹം അത്തരം പ്രസ്താവനകൾ തുടരും. അത് കാണുന്നത് അത് അദ്ദേഹത്തോട് ചോദിക്കണം, തുടരുക ചെയ്യണം. നിലവിൽ കേരളത്തിലുള്ള മന്ത്രിമാർക്ക് ഉൾപ്പെടെ, ഉദ്യോഗസ്ഥർക്ക് ഉൾപ്പെടെ വിധത്തിൽ വൈഫ് എന്നുള്ളത് തന്നെയാണോ അങ്ങയുടെ നിരീക്ഷണം? ഞാനത് പറഞ്ഞിട്ടില്ലല്ലോ. അത് നിങ്ങളുടെ വ്യാഖ്യാനം, നിങ്ങളുടെ കുറിപ്പെഴുത്തുമാണ്. അല്ല, അങ്ങ് പ്രസംഗിക്കവേ അങ്ങനെ ഒരു പരാമർശം നടത്തുന്നു. ഞാൻ പറഞ്ഞ സമൂഹത്തിലെ എല്ലാവരും ഉൾപ്പെടുന്ന 2 മിനിറ്റ് മുമ്പ് പറഞ്ഞല്ലോ. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്.